പ്രിയപ്പെട്ട എൻ്റെ അയോധ്യാവാസികളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്ര പുരുഷാർത്ഥങ്ങളിലൂടെയുള്ള പ്രയാണമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണ് ചതുർവിധ പുരുഷാർത്ഥം. നമ്മെപ്പോലെയുള്ള സാധാരണക്കാരുടെ ജീവിതം സഫലമാക്കാൻ ധർമ്മത്തിലൂന്നിയുള്ള ധനസമ്പാദനവും ആഗ്രഹപൂർത്തീകരണവും ആവശ്യമാണ്. സദാ ധർമ്മത്തിലൂന്നി ജീവിക്കുക എന്നത് തന്നെയാണ് ഉത്തമ ജീവിതത്തിൻ്റെ ലക്ഷ്യം. എന്താ അങ്ങനെ സത്യവും ധർമ്മവും പരിപാലിച്ച് ജീവിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്നോ? ഉണ്ടല്ലോ. നമ്മുടെ എല്ലാം ചക്രവർത്തിയായ ശ്രീ ഹരിശ്ചന്ദ്രൻ തന്നെയാണ് നമുക്ക് മാർഗദർശിയായിട്ടുള്ളത്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മൂർത്തി രൂപമാണ് നമ്മുടെ മഹാരാജാവ്. ഇതെവിടെ നിന്നാണ് ഓംകാരധ്വനി? താപസോത്തമനായ വിശ്വാമിത്ര മഹർഷി അല്ലേ അത്? അദ്ദേഹത്തിന്റെ തപോബലം ആശ്ചര്യം തന്നെ. പണ്ടൊരു കാലത്ത് രാജാവായിരുന്ന വിശ്വാമിത്രൻ തന്റെ തപോബലം കൊണ്ട് ദേവലോകം കീഴടക്കാൻ ഉള്ള പുറപ്പാടാണോ എന്ന് ഭയന്ന ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ തപസ്സെടുക്കാൻ അപ്സര സ്ത്രീകളെ അയക്കുകയുണ്ടായി. വിശ്വാമിത്രൻ തന്റെ തപസ്സിന്റെ പരമകഷ്ടയിലാണ്. അദ്ദേഹത്തിന്റെ ബ്രഹ്മസാക്ഷാത്കാര മുഹൂർത്തത്തിന് ഭംഗം വരുത്തുന്ന ഘോരപാപം ചെയ്യരുതേ. നിർത്തൂ, നിർത്തൂ. ആരാണ് നീ? ഈ തപോവനത്തിന്റെ ശാന്തിയെ നായാട്ടുകൊണ്ട് ഭഞ്ജിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്നോട് ക്ഷമിക്കണം മഹർഷേ. ഞാൻ അയോധ്യ രാജ്യത്തെ പ്രജകളുടെ സേവകനായ ഹരിശ്ചന്ദ്രനാണ്.
അങ്ങ് ഇവിടെ തപസ് ചെയ്യുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്തിനു വേണ്ടിയാണോ എന്റെ രാജ്യം ഉപേക്ഷിച്ചത്, സമ്പത്ത് ഉപേക്ഷിച്ചത്, എന്റെ സർവസ്വവും ഉപേക്ഷിച്ചത്, ആ ലക്ഷ്യത്തിനെ കഠിന തപസ് കൊണ്ട് നേടിയെടുത്ത ആ ക്ഷണത്തിനെയാണ് നീ ഇല്ലാതാക്കി. നിനക്ക് എന്ത് വലിയ ശാപം തന്നാലും അധികമാവില്ല. മാപ്പാക്കണം മഹർഷി, ഈ മഹാപാപിയോട് പൊറുക്കണം. അങ്ങ് എന്ത് ശിക്ഷ തന്നാലും ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം. ദയവായി അങ്ങ് ശപിക്കരുതേ. അങ്ങ് എനിക്ക് നൽകുന്ന ശാപം ഞാൻ രാജാവെന്ന നിലയിൽ എൻ്റെ പ്രജകളെയും ബാധിക്കും. ഞാൻ ഇതുവരെയും സത്യത്തിൽ ഊന്നിക്കൊണ്ട് ധർമ്മിഷ്ഠനായ രാജാവായി പ്രജാപരിപാലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ തെറ്റുകൊണ്ട് അവർ ദുഃഖിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ സർവസമ്പത്തും ഐശ്വര്യങ്ങളും രാജ്യവും അങ്ങേക്ക് അടിയറ വെക്കാം. ഓഹോ, നീ അത്ര വലിയ സത്യവാനും ധർമ്മിഷ്ഠനുമാണോ? എന്റെ തപസ്സിന് ഭംഗം വരുത്തി ധർമ്മത്തെക്കുറിച്ച് എന്നോട് വാദിക്കുന്നു. ശരി, ഞാൻ നിന്നെ ശപിക്കുന്നില്ല. പകരം നിന്റെ രാജ്യവും സർവസമ്പത്തും ഐശ്വര്യവും എനിക്ക് നൽകണം. മഹർഷി, എന്റെ എല്ലാം ഈ നിമിഷം മുതൽ അങ്ങയുടേതാണ്. മഹാരാജൻ, അങ്ങ് അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റ്, അതിന് രാജ്യവും സമ്പത്തും സർവസ്വവും ആ മഹർഷിക്ക് അടിയറ വെക്കണം. മഹർഷിമാർ ക്ഷമാശീലരല്ലേ? അറിയാതെ ചെയ്ത തെറ്റിന് വിശ്വാമിത്ര മഹർഷി അങ്ങേക്ക് മാപ്പ് നൽകില്ലേ? അല്ലെങ്കിൽ എന്തിനാണ് അങ്ങ് മാപ്പ് അപേക്ഷിക്കുന്നത്? അങ്ങ് ചക്രവർത്തിയാണ്, വിശ്വാമിത്രൻ ഒരു താപസൻ. താപസന് രാജ്യഭരണം സാധ്യമാണോ? പ്രജകളുടെ ഹിതം നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അതുകൊണ്ട് അങ്ങ് സത്യലംഘനം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. നീ ഹരിശ്ചന്ദ്രന്റെ ധർമ്മപത്നിയാണ് എന്ന് മറന്നു സംസാരിക്കുന്നു ശൈലിയ. സത്യലംഘനത്തിലും ഭേദം എനിക്ക് മരണം. ഈ രാജ്യവും കൊട്ടാരവും സമ്പത്തുക്കളും ഇനി വിശ്വാമിത്രനെയാണ്. അദ്ദേഹം താപസനാണ്, അതുകൊണ്ട് നിനക്ക് പേടി വേണ്ട. നിനക്കും നമ്മുടെ പുത്രനും അദ്ദേഹം വേണ്ട സംരക്ഷണം നൽകും. സ്വാമി, അങ്ങ് ഒരു സാധാരണ പ്രജയെ പോലെ ദരിദ്രനായി ജീവിക്കുമ്പോൾ ഞാൻ ഈ കൊട്ടാരത്തിൽ സുഖമായി കഴിയും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങയുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിൽക്കുന്ന അങ്ങയുടെ ധർമ്മപത്നിയാണ് ഞാൻ. ഞാനും നമ്മുടെ മോനും അങ്ങയുടെ കൂടെ വരുന്നു. എടോ, ഇന്ന് നഗരത്തിൽ പതിവില്ലാത്ത തിരക്കാണല്ലോ. ഉത്സവമോ മഹാരാജാവിന്റെ എഴുന്നള്ളത്തോ നടക്കുന്നുണ്ടോ? പക്ഷേ എന്താണ് അന്തരീക്ഷം ആകെ ശോകമുഖമായിരിക്കുന്നത്? താനിത് ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും അറിയുന്നില്ലേ? നമ്മുടെ മഹാരാജാവ് നായാട്ടിൽ പോയി വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിന് ഭംഗം വരുത്തി. അറിയാതെ ചെയ്തു പോയ അപരാധമാണെങ്കിലും പ്രായശ്ചിത്തമായി വിശ്വാമിത്ര മഹർഷി ചോദിച്ചത് രാജ്യവും സർവസമ്പത്തുമാണ്. നമ്മുടെ മഹാരാജാവ് അതെല്ലാം മഹർഷിക്ക് സമർപ്പിച്ച് ഒരു സാധാരണ പ്രജയെ പോലെ ഒന്നുമില്ലാതെ ഇന്ന് രാജ്യം ഉപേക്ഷിക്കും. അയ്യോ, ധർമ്മിഷ്ഠനായ നമ്മുടെ മഹാരാജാവിന് ഈ ഗതി വന്നല്ലോ. ഒരു മഹർഷിക്ക് എന്തിനാണ് രാജ്യവും സമ്പത്തും? മഹർഷി ഇനി നമ്മുടെ രാജാവാകുമോ? ഇത്രയും ധർമ്മിഷ്ഠനായ രാജാവിന്റെ ജീവിതത്തിൽ എന്തിനാണ് ഇത്ര വലിയ പ്രതിസന്ധി? മഹർഷി തന്റെ ആഗ്രഹം കൊണ്ട് രാജ്യവും സമ്പത്തും രാജാവിൽ നിന്നും അപഹരിച്ചതാണോ? അതോ ഹരിശ്ചന്ദ്രന്റെ ആത്യന്തികമായ ശ്രേയസ്സിനായി അനുഗ്രഹിക്കാൻ നടത്തുന്ന പരീക്ഷണങ്ങളാണോ ഇത്? അയോധ്യാവാസികളുടെ മനസ്സിൽ ഇങ്ങനെ പല
പലവിധ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഉത്തരം തരേണ്ടത് കാലം മുതലേ. മഹർഷി, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. ഈ രാജ്യവും പ്രജകളും ഇനി മുതൽ അങ്ങയുടേതാണ്. ഞങ്ങളിതാ രാജ്യം വിട്ടുപോകുന്നു. നിൽക്കൂ ഹരിശ്ചന്ദ്ര, എന്റെ തപോഭൂമി വേട്ടയാടി അശുദ്ധമാക്കിയതിനാണ് ഞാൻ നിന്നിൽ നിന്നും രാജ്യവും സമ്പത്തും ചോദിച്ചത്. എന്റെ തപസ് ഭംഗപ്പെടുത്തിയതിനുള്ള പിഴ അടയ്ക്കാതെ അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്ന് കരുതിയോ? എനിക്ക് മനസ്സിലായില്ല പ്രഭു. എന്റെ സർവസ്വവും ഞാൻ അങ്ങേക്ക് നൽകി കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങനെ പിഴ നൽകും? ഓ, ഇതാണോ ഹരിശ്ചന്ദ്രന്റെ വിഖ്യാതമായ സത്യനിഷ്ഠ? തെറ്റ് ചെയ്ത് ഒരു കള്ളനെ പോലെ രാജ്യം വിടാൻ ഒരുങ്ങുകയാണോ? പ്രഭു, അങ്ങ് ആജ്ഞാപിച്ചാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സത്യത്തിനും ധർമ്മത്തിനും കോട്ടം വരുത്തിക്കൊണ്ട് എന്റെ കുലത്തിന് ഞാൻ കളങ്കം വരുത്തില്ല. ഇന്നേക്ക് ഒരു മാസത്തിനുള്ളിൽ 1000 പൊൻപണം പിഴയായി നൽകണം. ഇനി അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ സത്യലംഘനമാവും. നീ സത്യവാനും ധർമ്മിഷ്ഠനുമല്ല എന്ന് സമ്മതിച്ച് എനിക്ക് മുൻപിൽ തോൽവി സമ്മതിക്കണം. അങ്ങയുടെ ആജ്ഞ പോലെ ഞാൻ 1000 പൊൻപണം എത്തിക്കാം പ്രഭു. ശൈവ്യ, മഹർഷി പറഞ്ഞ ഒരു മാസം ഇന്ന് അവസാനിക്കാൻ പോകുന്നു. ഇത്രയും ദിവസം പല ജോലികളും ചെയ്തെങ്കിലും നമ്മുടെ പുത്രന് ഭക്ഷണം നൽകാനുള്ളതിന് അപ്പുറം ധനമൊന്നും ലഭിച്ചില്ല. ഞാൻ ചെയ്ത സത്യം ലംഘിക്കപ്പെടും. ഞാൻ 1000 പൊൻപണത്തിന് അടിമാവാൻ വരെ തയ്യാറായി. എന്നിട്ടും ആരും ഏറ്റെടുത്തില്ല. സത്യലംഘനം ചെയ്ത് ഞാൻ ജീവിച്ചിരിക്കില്ല. ഇനി ഞാൻ പറയുന്നത് നീ ചെയ്യുമെന്ന് എനിക്ക് വാക്ക് തരണം. എതിര് പറയരുത്. നീയും നമ്മുടെ പുത്രനും നിന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകണം. അങ്ങ് എന്ത് ചെയ്യാനുള്ള ഒരുക്കമാണ് സ്വാമി? ഞാൻ ഈ ലോകത്തിൽ ജീവിക്കാൻ അയോഗ്യനാണ് ശൈവ്യ, അയോഗ്യനാണ്. ഞാൻ ജലസമാധി സ്വീകരിക്കാൻ പോകുന്നു. അയ്യോ സ്വാമി, അങ്ങില്ലാതെ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒരു ഉപായം കണ്ടിട്ടുണ്ട്. അടിമകളായ ദാസികൾക്ക് വിലയുണ്ട്. അരുത് ശൈവ്യ, ഇതിലും ഭേദം എന്റെ മരണമാണ്. പ്രിയ സഹോദരന്മാരെ, ശ്രദ്ധിക്കൂ. രാജകൊട്ടാരത്തിൽ പരിചയിച്ചിട്ടുള്ള ദാസിപ്പെണ്ണ് ഇതാ നിങ്ങൾ പ്രഭുക്കളുടെ വീട്ടിൽ ജോലി ചെയ്യാൻ ദാസിയായി നിൽക്കുന്നു. 1000 പൊൻപണം മാത്രം. ഞങ്ങൾ ഒരു ധർമ്മ സങ്കടത്തിൽപ്പെട്ടിരിക്കുന്നു. സഹായിക്കൂ. 100 പണം, 200, 300. അവസാനമായി 600 പൊൻപണം. സമ്മതമാണ് പ്രഭു. പക്ഷേ എന്റെ മകനെയും കൂടെ വരാൻ അനുവദിക്കണേ. ആ ശരി, എനിക്ക് ശല്യമാവാതെ നോക്കണം.
ഹരിശ്ചന്ദ്ര, നിന്റെ സത്യപരിപാലനം ഇതാണോ നിനക്ക് നേടിത്തന്നത്? ഇപ്പോഴും വൈകിയിട്ടില്ല. നീ സത്യവും ധർമ്മവും മാറ്റിവെക്കൂ, തോൽവി സമ്മതിക്കൂ. നിനക്ക് ഞാൻ രാജ്യവും സമ്പത്തും നിന്റെ പ്രജകളെയും തിരികെ നൽകാം. നമ്മൾ പറഞ്ഞുറപ്പിച്ച 1 മാസം തീരാൻ ഇനിയും കുറച്ച് നാഴികകൾ മാത്രമേ ബാക്കിയുള്ളൂ. സൂര്യൻ അസ്തമിക്കാറായി. മഹർഷി, എന്റെ ധർമ്മനിഷ്ഠയിലും ഗുരുകൃപയിലും എനിക്ക് വിശ്വാസമുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ ഇനിയും 2 നാഴിക ബാക്കിയുണ്ട്. എന്നാൽ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എന്ത് ജോലിയും ചെയ്യാൻ നിങ്ങൾക്കൊരു അടിമ ഇതാ. വെറും 400 പൊൻപണം. വെറും 400 പൊൻപണം. എന്ത് ജോലിയും ചെയ്യും. ദയവ് ചെയ്ത് ഈ അടിമയെ വാങ്ങിക്കൂ. 400 പൊൻപണമോ? ഇത്തിരി മുമ്പ് ഒരു ദാസിപ്പെണ്ണിന് 600 പൊൻപണമാണ് കിട്ടിയത്. നിനക്കാര് തരും 400 പൊൻപണം? 100 പണം. 200. ഞാൻ 400 പൊൻപണം തരാം. ജോലി എളുപ്പമല്ല, ചെയ്യുമോ? എന്ത് ജോലിയും ചെയ്യാം പ്രഭു. ഞാൻ ശ്മശാനം കാക്കുന്ന ചണ്ടാളനാണ്. നിനക്ക് ശവങ്ങളെ സംസ്കരിക്കുന്ന ജോലിയാണ്, ചെയ്യുമോ? ചെയ്യാം സ്വാമി. മഹർഷിക്ക് കൊടുത്ത സത്യം പാലിച്ചു. എന്നാൽ സത്യപാലനത്തിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്താണ്? ശൈവ്യ, നീ എവിടെയാണ്? നമ്മുടെ പുത്രൻ എവിടെയാണ്? ഈ ജന്മത്തിൽ ഇനി നിങ്ങളെ കാണാൻ സാധിക്കുമോ? ആരാണ് ഈ അർദ്ധരാത്രി ശ്മശാനത്തിലേക്ക് വരുന്നത്? ദേവി, ആരാണെന്ന്? ഈ കുഞ്ഞിന്റെ ശരീരവും കൊണ്ട് തനിയെ വന്നിരിക്കുന്നത് എന്താണ്? ദേവിയുടെ പതിയോ ബന്ധുക്കളോ കൂടെ വന്നില്ലേ? അയ്യോ ദൈവമേ, ഞാനെന്താണ് ഈ കാണുന്നത്? മോനെ രോഹിതാശ്വ, എന്റെ മോനെ ശൈവ്യ, ഞാനെന്താണ് ഈ കാണുന്നത്? ഇത് അങ്ങയുടെ സത്യപരിപാലനത്തിന്റെ ഫലമാണ് രാജൻ. നമ്മുടെ പുത്രൻ പാമ്പ് കടിയേറ്റ് മരിച്ചിരിക്കുന്നു. ഞാൻ എന്റെ യജമാനന്റെ അടിമയാണ്. അദ്ദേഹത്തിന്റെ ആജ്ഞ ഞാൻ അനുസരിക്കണം. കുട്ടിയെ അടക്കം ചെയ്യാൻ 10 പണം തന്നാലും ശരിയ. സ്വാമി, സ്വന്തം മകനെ അടക്കാനുള്ള ഗതി പോലും ഇല്ലാതാക്കിയ സത്യവും ധർമ്മവും കൊണ്ട് അങ്ങ് എന്ത് നേടി?
ഹരിശ്ചന്ദ്ര, നീ ധന്യനാണ്. മനുഷ്യരും ദേവന്മാരും, എന്തിന് ദേവേന്ദ്രൻ പോലും തുച്ഛമായ കാര്യസാധ്യത്തിനായി സത്യലംഘനം നടത്തുമ്പോൾ നിന്റെ സർവസ്വവും നഷ്ടപ്പെട്ടിട്ടും നീ സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും അണുവിട പോലും വ്യതിചലിച്ചില്ല. ഞങ്ങൾ മഹർഷിമാർക്ക് പോലും ഇത്തരം സത്യനിഷ്ഠ കിടപിടിക്കാൻ അപാരമായ തപോബലം ആവശ്യമാണ്. ഈ പരീക്ഷണങ്ങൾ ദേവതകൾക്കോ എന്തിന് ത്രിമൂർത്തികൾക്കോ ജയിക്കാൻ സാധ്യമല്ല. എല്ലാ ജീവന്റെയും പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ, ആ ബ്രഹ്മപദത്തെ പ്രാപിക്കാൻ നീ സർവദാ യോഗ്യനായിരിക്കും. എനിക്ക് നിന്നോടുള്ള വിരോധം കൊണ്ടല്ല, നിന്റെ സത്യനിഷ്ഠയിലുള്ള വിശ്വാസം കൊണ്ടും നിന്നെ പരമശ്രേയസ്സിന് അർഹനാക്കാനും വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾ എന്നറിഞ്ഞാലും നിനക്കും ശൈവയ്ക്കും രോഹിതാശ്വനും മംഗളം. എഴുന്നേൽക്കൂ രോഹിതാശ്വ. പ്രജകൾക്ക് ഉത്തമ ഭരണാധികാരിയായ രാജൻ അങ്ങ് അയോധ്യയിലേക്ക് മടങ്ങി രാജ്യം ഭരിച്ചാലും അതിനുശേഷം സമയമാവുമ്പോൾ പരമപദത്തെ പ്രാപിക്കും. പരമപദം അഥവാ മോക്ഷം അത് മരിച്ചു കഴിഞ്ഞ് മാത്രം ലഭിക്കുന്ന ഒരവസ്ഥയോ സ്ഥിതിയോ അല്ല. സത്യത്തിൽ ഊന്നി ധർമ്മനിഷ്ഠമായ ജീവിതം നയിച്ച് നമുക്ക് ഉള്ളിൽ തന്നെ ഉള്ള അധമമായ വാസനകളെയും രാഗദ്വേഷങ്ങളെയും നീക്കം ചെയ്ത് നമ്മിൽ അന്തര്യാമിയായി കുടികൊള്ളുന്ന ആ ഈശ്വരനെ അറിയുന്നതാണ് മോക്ഷം. ആ യാത്രയ്ക്ക് നമ്മെ പക്വമാക്കാൻ, നമ്മുടെ അഹന്തയെ നിശേഷം ഇല്ലാതാക്കാൻ ജീവിതത്തിൽ പലവിധ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ആ പരമമായ മോക്ഷപദത്തിന് അധികാരിയായ ഹരിശ്ചന്ദ്രന് ശാശ്വതമായ ശ്രേയസ് നൽകാൻ വിശ്വാമിത്ര മഹർഷി നടത്തിയ ഒരു ലീലയാണ് ഇത് എന്ന് മാർക്കണ്ഡേയ പുരാണം ഉദ്ഘോഷിക്കുന്നു. ജീവിതത്തിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലൂടെ ശാശ്വതമായ സത്യം എന്ത് എന്ന ആത്മാന്വേഷണം നടത്താനും നമ്മുടെ എല്ലാം ഉള്ളിൽ ഒടികൊള്ളുന്ന ആത്മസ്വരൂപനായ ഈശ്വരനെ സാക്ഷാത്കരിക്കാനും ഹരിശ്ചന്ദ്രന്റെ കഥ നമുക്ക് പ്രചോദനമാവട്ടെ. നമസ്കാരം. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ഇതുമാതിരിയുള്ള സ്കിറ്റുകൾ നടത്താറുണ്ട്. പിന്നെ സാധാരണ സനാതന ധർമ്മ വാല്യൂസ് അല്ലെങ്കിൽ അതിനനുബന്ധപ്പെട്ട സ്റ്റോറികൾ ആണ് നമ്മൾ സാധാരണ സ്കിറ്റായി ഇവിടെ അവതരിപ്പിക്കാറ്. ഈ വലിയ സ്കിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ ഞാൻ ഒന്ന് ക്വിക്കായി പരിചയപ്പെടുത്താം. നമ്മുടെ വിശ്വാമിത്രനായി വന്നത് ഹരി. അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നെ ഡയറക്ഷനും പിന്നെ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ എഫിഷ്യൻ്റായിട്ട് നടത്തിയത്. പിന്നെ ഹരിശ്ചന്ദ്രനായി വന്നത് നമ്മുടെ JB. നാടകത്തിലും കവിതയിലും ഒക്കെ വളരെ അഭിരുചിയുള്ള ആളാണ് JB ജയപ്രകാശ്. പിന്നെ ശൈവ്യ ജിൽബി, പിന്നെ രോഹിതാശ്വൻ, കേശവ്. അപ്സരസുകളുടെ 3 പേര് ദേവലോകത്തു നിന്ന് വന്നവരാണ്. ഡയറക്റ്റായിട്ട് വന്ന ലാംഗായതേ ഉള്ളൂ. രശ്മി ഹരി, രശ്മി നുജൻ ഇവിടെയാണ് ഇവിടെ ഉണ്ട്. പിന്നെ റെജിന, പിന്നെ നമ്മുടെ പ്രഭുവായിട്ട് ശിവ, ഒന്നാമൻ ബിബിൻ, രണ്ടാമൻ അനുജൻ. പിന്നെ നഗരവാസികളായിട്ട് ചണ്ടാളനായിട്ട് പിന്നെ
രജിത്ത് പോയി. പിന്നെ നഗരവാസികളായിട്ട് ആദർശ്, ഭരത്, ആനന്ദ്, സൂരജ്, പിന്നെ വിഷ്ണു പറഞ്ഞു. പിന്നെ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ പല കാര്യങ്ങളും പിന്നെ ഓഡിയോ വീഡിയോ അതൊക്കെ ചെയ്തത്, പിന്നെ ലൈറ്റിങ് സൗണ്ട് അതൊക്കെ ചെയ്യുന്നത് സജീവൻ. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം നമ്മളൊക്കെ ഈ കോലത്തിലാക്കി തന്ന പിന്നെ സ്വപ്ന എവിടെയോ ഉണ്ട്, സ്വപ്ന വരുന്നില്ല. ഓക്കെ. പിന്നെ നമ്മുടെ സ്പീച്ച് ഇതൊക്കെ ചെയ്ത കിഷോറും അഖിലയും. ആരെങ്കിലും ഞാൻ വിട്ടുപോയോ? ഓക്കെ. അടുത്ത് വരും വർഷങ്ങളിൽ ഇതേമാതിരി വീണ്ടും വേറൊരു സ്കിറ്റുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങളുടെ സഹായവും സഹകരണവും എപ്പോഴും ഉണ്ടാവുമെന്നറിയാം. താങ്ക് യു വെരി മച്ച്.